ബാബുസലാം കണ്ടില്ലേ, അതിലൂടെയാണ് നടക്കുക. അപ്പൊ ഈ വഴിയാണ് പോവുക. അപ്പൊ അബൂജഹൽ പലവട്ടം അല്ല ആ എന്താ അറിയോ, ആ ഒരു ചെറിയ ഒരു വീടിൻ്റെയൊക്കെ വലിയ വലിപ്പുണ്ട്. എല്ലാവരും മുസ്ദലിഫ കഴിഞ്ഞ് മിനയുടെ ഇടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാദി മുഅസ്സിദ് എന്ന് പറയുന്ന സ്ഥലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയാൽ വേഗത്തിൽ പോകുമായിരുന്നു എന്നാണ്. എന്തേ കാര്യം വേഗത്തിൽ പോകാനുള്ള കാരണം? ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്. അതാം ഇറങ്ങിയ സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. അവിടെ വെച്ച് കളഞ്ഞു. ഇന്ന് ആലോചിച്ച് നോക്കി, ആനപ്പുറത്ത് കയറി വന്ന അബറാത്ത്, ആനനെ നശിപ്പിക്കുന്നത് അബറാത്ത്. ഇതാണ് ആ സ്ഥലം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. കേൾക്കണ്ടോ? ആനപ്പുറത്ത് കയറിയിരുന്ന അബാബിലി എന്ന പക്ഷികൾ. ആ അബാബി എന്ന പക്ഷികൾക്ക് 3 കല്ലാണ്. ഒന്ന് കൊക്കില്, ഒന്ന് 2 കായിമീൻ. ഇതിന്റെ മുമ്പ് കാര്യമുണ്ട്. കുന്നിന് മുകളിൽ ചെറിയൊരു സ്തൂപ കണ്ടില്ലേ? ഇല്ലെങ്കിൽ ഇതിനെ കാണിച്ചു നോക്കട്ടെ എല്ലാവർക്കും. കണ്ടില്ലേ? മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെയാണ് അടക്കം നടത്തിയത്. അതിന് സ്മാരകമായിട്ടാണ് അവിടെ സ്തൂപ സ്ഥാപിച്ചിരുന്നത്. അവിടേക്ക് വരുമ്പോഴാണ് ശൈത്താൻ ഉണ്ടാക്കിയത്, പ്രയത്നിച്ചത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുത്തു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയായിരുന്നു തമ്പടിച്ചിരുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതെന്താണോ, 70ഓളം പ്രവാചകന്മാർ അവിടെ മറവിട്ടെടുക്കുന്നില്ല. എവിടെ? ഇടത് സൈഡിൽ കണ്ടോ ഇല്ലേ? കണ്ടു. ഈ ഇടത് സൈഡിൽ നോക്കിയാൽ മുന്നിൽ മേലെ കണ്ട ഒരു സ്തൂപം പോലെ വെള്ള സാരം, അതാണ് ജംറ. അതിലേക്ക് വരുന്ന പാലങ്ങളാണത്. അവിടെയാണ് കല്ലെറിയുന്നത്. മനസ്സിലായില്ലേ? ആ 3 ചെറിയത് കണ്ടില്ലേ? അത് കൂടെ കോണികളാണ്. അതിലൂടെ കയറിയിട്ട് ആ ഭാഗത്താണ് കല്ലെറിയുന്നത്. ഇടത് സൈഡ് കണ്ടില്ലേ? ഇനി വലത്തോട്ട് നോക്കും. മീന തമ്പാണ് തമ്പ്. വലത് സൈഡിലേക്ക് നോക്ക്. ഇടത് സൈഡിൽ ആ കാണുകയാണ് പള്ളി. അത് കണ്ടില്ലേ? അതാണ് മസ്ജിദുൽ ഖൈഫ്. ഇടത് സൈഡ് അതാണ് ജംറ. വലത് സൈഡിലേക്ക് നോക്കി. എന്ത് രസം നോക്കി. ടെന്റുകൾ കണ്ടോ? പാൽക്കടലായിട്ട് നിങ്ങൾ കേട്ടോട്ട് നോക്ക്. വേറെ നല്ല പോണ്ട് കണ്ടോ? ഇതാണ് എന്ത്? മിന ഏഷ്യന്റെ വേലി. കണ്ടോ? ഓരോന്നും ഓരോ നമ്പറുകളാണ്. ഇതിന് ഓരോരുത്തർക്കും നമുക്ക് നമ്പർ തരും. ആ നമ്പറിലാണ്, ആ ടെന്റിലാണ് നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ അവിടെ പള്ളി കാണാം. കുറച്ച് നോക്കിക്കേ. ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മളിനി പോകുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മുത്തുനബിക്ക് ഓതിക്കൊടുത്തത്. അപ്പൊ എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞു. 3 വട്ടം പറഞ്ഞു. അപ്പൊ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി. വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മലയാണ്. ഇവിടുന്നാണ് തുടക്കം കുറിക്കുന്നത്. ഇവിടുന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് കണ്ടു വിളിച്ചു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലതുവശത്തേക്ക് നോക്കി. ആരാണെന്ന് അവസാനം കാണുന്നില്ല. മുകളിൽ നോക്കിയപ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. വയോധികനായ മുത്തുനബി നേരെ ഓടിച്ചെന്നു. ആരുടെ അടുക്കലേക്കാ പോയത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ, എന്നെ പുതപ്പെട്ടു മോള് ഖദീജ എന്ന് വളരെ വിഷമത്തോടുകൂടെ വയോധികനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ മുത്തുനബിയോട് ഖദീജ
ഇവിടെ തന്നെ കാണിക്കുമ്പോൾ റാഹത്തല്ലേ. നമ്മളാ ബാക്കിൽ കണ്ടില്ല ഒരു കണ്ടോ ഇല്ലേ? ലോകത്ത് ആദ്യമായിട്ട് മുനാറുണ്ടാക്കിയത് മുനാറുള്ള പള്ളിയാണ്. എല്ലാ ചാനലും കൊണ്ടുപോയിരിക്കും. ലോകത്ത് ആദ്യമായിട്ട് പള്ളിക്ക് മുനാറ സ്റ്റാർട്ട് ചെയ്ത ഈ മറ്റേ ഇതിലൊക്കെ ഉണ്ടാവൂലേ, എന്താണ് പറയാ, മുഹമ്മദ് ആ ഗസ്റ്റ് ഹൗസില് അതേപോലെ അതിനുള്ളിൽ കയറിയാൽ ഏറ്റവും മുകളിൽ കയറാൻ പറ്റും. അതിനുള്ളിലുള്ള പള്ളിയാണ്. ഇപ്പൊ അത് ബന്ധാണ്. അപ്പൊ അതിന് എങ്ങനെ നേരെ കാണാൻ പറ്റും. മറ്റേ ബസ് നമുക്ക് അടുത്ത് കാണാം. അതിന്റെ ബസ് പോവുക നേരെ എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനാകുമ്പോൾ നിർത്തിയത്. ഓക്കെ, ഏറ്റവും ആദ്യമായിട്ട് മുനാറുണ്ടാക്കിയ പള്ളി. വിശേഷം أشهد أن محمدا رسول الله. أشهد أن محمدا حي على الصلاة. ഇത്തന്നെ കാര്യങ്ങൾ അബ്ദുറൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മളെ നയിച്ചോണ്ടിരിക്കുക നമ്മളെ റാഷിദാണ് അല്ലേ? റാഷിദല്ലേ? നമ്മളെ നാട്ടുകാരനാട്ടോ. പിലാമന്തോട് വളപുരത്ത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വളപുരത്ത് തന്നെ നമ്മുടെ കൂടെ ഒരു 3 ആളുടെ തരപ്പം നമ്മളെ റാഷിദ് നമ്മൾ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിക്കും ഇൻഷാ അല്ലാഹ്. മുത്താണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരു ചരിത്രമാണ്, വലിയ സംഭവമാണ്. അത് ഷോർട്ടായിട്ട് പറയാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അതൊക്കെ നമുക്കറിയാം. ഹിജറിനെ സംബന്ധിച്ച് നമുക്ക് നാളത്തെ രാവിലത്തെ യാത്രയിൽ പറയാം. അപ്പോൾ 13 വർഷം മദീനയിൽ താമസിച്ചു. എല്ലാവരും കേൾക്കണ്ടല്ലേ? ഞാൻ അവിടുന്ന് പറയില്ല കേട്ടോ, അതവിടുന്ന് പറയണത്. 13 വർഷത്തോളം മദീനയിൽ താമസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ടു. മക്കയിൽ വരികയും തവാഫ് ചെയ്യുകയും ഉംറ നിർവഹിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. പിറ്റേന്ന് സഹാബികളോട് ഈ സംഭവം പറഞ്ഞു. അപ്പൊ സഹാബികൾക്ക് ഭയങ്കര പൊലിവായി. എന്തുകൊണ്ടേക്കാരം അങ്ങനെ വരാൻ കാരണം? ആ സ്വപ്നം കണ്ട വിഷയം പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്തേക്കാരം കാരണം? സ്വന്തം നാട്ടിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ വലിയ പൊലിവല്ലേ? ഞങ്ങളൊന്നും പറയാത്ത അല്ലെ? 13 കൊല്ലായി നാടും വീടും വിട്ട് വേറെ നാട്ടിൽ താമസിക്കാണ്. മറ്റു അടുക്കാനയക്കണില്ല ശത്രുക്കള്. അപ്പോ ആ വീടും പരിസരവും അല്ലെ, നമ്മൾ ഓടിക്കളിച്ച മണ്ണും നാടൊക്കെ കാണുമ്പോ അത് വലിയൊരു സന്തോഷല്ലേ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേന്ന് സഹാബിയോട് പറഞ്ഞപ്പോ സഹാബികൾക്കൊക്കെ ഭയങ്കര പൊലിവായി. കാരണം നാട്ടിക്ക് പോകല്ലേ, ഇത്രയും വലിയ പൊലിവിഞ്ഞൊന്നും പറയാനില്ല. ഭയങ്കര സന്തോഷമായി. മറ്റൊന്ന് കാബ ഒന്ന് കാണാം. എത്ര കാലായി ഒന്ന് കാബ കണ്ടിട്ട്? 13 കൊല്ലായി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കേൾക്കണ്ടോ?
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1200ഓളം സഹാബികളും മക്കയിൽ നിന്ന് നേരെ എവിടേക്ക് വരാണ്, മദീനയിൽ നിന്ന് എവിടേക്ക് വരാണ്, മക്കയിലേക്ക് വരികയാണ്. ഒട്ടകങ്ങള് കുതിരകള് ഒക്കെയായി നേരെ വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഖുറൈശികൾ വിവരം അറിഞ്ഞു. പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാരണ അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാളുണ്ട് സാധാരണ, അത് അവരെ കയ്യിലെപ്പോഴും ഉണ്ടാവും. നമ്മളെ മലപ്പുറം കത്തിയൊക്കെ അല്ലേ, നമ്മളെ കയ്യിലെപ്പോഴും ഉണ്ടാവുമല്ലോ പഴയ കാലത്ത്. നമ്മളത്തില്ല, നമ്മളെ വെല്ലിപ്പാടത്തൊക്കെ ഉണ്ടാകുന്നത് പോലെ അറബികൾക്ക് ഒരു കയ്യിലൊരു ഇത് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതും അതുപോലെ തന്നെ പിന്നെ നമ്മൾ സാധാരണ യാത്രക്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഇവിടെ വലിയൊരു വിവരം, നമ്മളവിടെ നല്ല മഴയല്ലേ അല്ലേ, ഞാനിപ്പോ നമ്മള് പോകുമ്പോ ഒട്ടകത്തെ കാണണമെന്ന് പറഞ്ഞിരുന്നില്ല എല്ലാവർക്കും. അവിടെ ഇപ്പൊ മഴയാണ്, ഇപ്പൊ വണ്ടി പൂന്തല്ലോ, അപ്പൊ പോകാൻ ക്യാൻസൽ ആവുമല്ലോ ഇങ്ങനെ എത്തിക്കുമ്പോ അവിടെ മഴ അല്ലത്തരെ, അവിടെ നല്ല വെയിലാണ് കേട്ടത്. അപ്പൊ നമുക്ക് എന്തായി കാണാൻ പറ്റൂല, ഇപ്പൊ അത് കാണാൻ കഴിയില്ലല്ലോ. ഒട്ടപ്പ എന്താ എവിടെ പറഞ്ഞെത്തി? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും 1200ഓളം സഹാബികൾ വന്നപ്പോ മക്കയിലെ ഖുറൈശികൾക്ക് ഒരു വിവരം കിട്ടുകയാണ്. എന്താ വിവരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംഘവും വരുന്നുണ്ട്. അപ്പൊ ഒരു യുദ്ധക്കോപ്പായി ഒരു പെട്ടെന്ന് പോലും ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഖാലിദ് ഇബ്നു വലീദ് എന്നവർ ഭയങ്കര യുദ്ധതന്ത്രജ്ഞനായിരുന്നു. മഹാനവറുകളുടെ നേതൃത്വത്തിൽ വലിയൊരു പട എന്ത് ചെയ്യോ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്താ വെച്ചാൽ ഒരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യം വന്നു. മനസ്സിലായോ? സാധാരണ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന റൂട്ടിന് പുറമെ വേറെ റൂട്ടിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചത്. അവിടേക്കാണ് നമ്മൾ പോണത് ഹുദൈബിയ. യഥാർത്ഥത്തിൽ ആ നേരെ റൂട്ടല്ല പോരുന്നത്, വേറെ വഴിയിലൂടെയാണ് എന്ത് ചെയ്തത്, എവിടേക്ക് വന്നത്, ഹുദൈബിയയിൽ വന്ന് താമസിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും. കേൾക്കണ്ടല്ലോ എല്ലാവരും? ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ രണ്ടുപേര് പരസ്പരം കത്തയച്ചു എന്നാണ്. എന്താ കത്ത്? യുദ്ധം ഒഴിവാകാൻ വേണ്ടിയുള്ള കത്തയച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. ഇപ്പോ വേറൊരു കാര്യം കൂടി ഇതിലുണ്ട്. ഇപ്പോ പിന്നെ ഇവര് കരുതിയൊരു സംഭവം എന്താ അറിയോ, ബദർ കഴിഞ്ഞു, ഉഹുദ് കഴിഞ്ഞു, ഖന്തക്ക് കഴിഞ്ഞു, ഇങ്ങനെയുള്ള യുദ്ധങ്ങളിലൊക്കെ വലിയ സംഭവമാണ് മുസ്ലിമുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവരിഞ്ഞ് വേറെ പടക്കോപ്പാണോ എന്നുള്ള ചിന്തയിലാണ് അവർക്ക് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ട് സാഹചര്യം ഇവിടെ ഉണ്ടായി. അപ്പൊ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിനിധികളെ പറഞ്ഞു. ആ സ്ഥലത്ത് സ്ഥാപിച്ച പള്ളിയാണ് തമ്പ് എന്നാണ് തമ്പ് മനസ്സിലായില്ലേ? അപ്പൊ ആ സ്ഥലത്ത് സ്ഥാപിച്ച പള്ളിയാണ് മസ്ജിദുൽ അരീഷ്. വിശാല നമ്മളോട് എല്ലാവരും ഇറങ്ങുന്നുണ്ട്, പള്ളി വിശാലമായ പള്ളിയാണ്. വിശാല നമ്മളോട് ഇറങ്ങി എല്ലാവരും നിസ്കാരം ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി നിസ്കരിച്ചതിന് ശേഷം എല്ലാവരും ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. ഇതാണ് ഇതൊക്കെ നല്ല സ്ഥലങ്ങളാണ് കണ്ടോ. അവിടെ ഇറങ്ങി ബാക്കിയുള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഇതുപോലെ പ്രയാസം അനുഭവിച്ചപ്പോഴാണ് എവിടേക്ക് വരുന്നത്, മദീനയിലേക്ക് വരുന്നത്. എന്നിട്ട് മദീനയിൽ വന്നപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പ്രതിസന്ധി ആക്കുമ്പോഴാണ് ശരിക്കും യുദ്ധം നടക്കുന്നത് അല്ലേ. ബദറിന്റെ ചരിത്രങ്ങൾ വിശാലാണ്. ബദർ യുദ്ധ ചരിത്രം നമുക്ക് ബസ് എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കണം. അപ്പൊ ഇവിടെ വെച്ചുകൊണ്ടാണ് നമുക്കൊക്കെ അറിയാലോ വെള്ളം തളർത്തി നിർത്തിയതും പലതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ഈ മണ്ണിൽ വെച്ചുകൊണ്ട് പറഞ്ഞൊരു പോയിന്റ് എന്താ അറിയോ, നാളത്തെ യുദ്ധം എന്ന് പറയാണ് അബൂജഹൽ ഇവിടെ കിടക്കുക, ഉത്തുബത്ത് ഇവിടെയാണ്, ശൈബത്ത് ഇവിടെയാണ്. ഓരോന്നും മുത്തനബി ചൂണ്ടിക്കാണിച്ചു എന്നാണ്. പിറ്റേന്ന് യുദ്ധം കഴിഞ്ഞപ്പോ അതേ സ്ഥലത്ത് തന്നെയാണ് ചെയ്യുന്നത്, അവരൊക്കെ മരിച്ചത്. സഹാബികൾ പോലും അല്ലെ അത്ഭുതത്തോളം വലിയ സംഭവമാണ് ഹബീബുനാ റസൂലുള്ളാഹി. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ബദർ രണാങ്കണം ബദർ റമദാനിലാണ് നടക്കുന്നത് അല്ലെ. റമദാനിലാണ് നടക്കുന്നത്. റമദാൻ 17 നോമ്പെടുത്തിലാണ് നടക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ആ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, മുസ്ലിങ്ങൾക്ക് വിജയം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നടക്കുന്ന സംബന്ധം ഈ ലോകത്തുനിന്ന് മുസ്ലിം ദീനല്ലേ ഇല്ലാതെയായി പോവാണ്. അതുതന്നെയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് വിജയിപ്പിക്കണ റബ്ബേ എന്ന് പറയുകയും മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്ത മണ്ണാണ് ഇത് ഈ ബദർ. ആ രണാങ്കണത്തിലാണ് നമ്മൾ നമ്മുടെ ഈ സിയാറയൊക്കെ പോലാക്കട്ടെ, പഠിച്ചോ സ്വീകരിക്കട്ടെ, ഒന്ന് ഓഫാക്കിക്കട്ടെ. നമ്മളിവിടെ ഇറങ്ങാണ് ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊരു വലിയൊരു സംഭവം, മലക്കൾ ഇറങ്ങിയ മലയുടെ മുകളിലാണ് നോക്കിക്കാണ് സ്ത്രീകൾ. പിന്നെ എല്ലാവരോടും പറയട്ടെ, ദയവ് ചെയ്തിട്ട് ഓവറായിട്ട് കയറി ടൈം ജാസ്തിയാക്കരുത്. കേൾക്കണ്ടോ? നമ്മള് മദീനത്തേക്ക് എത്തണ്ട, നമുക്ക് ഓവറാക്കണ്ട.
പിന്നെ ഇത് മലക്കുകൾ ഇറങ്ങിയ മല കേട്ടോ. ഏയ് പറക്ക صدوري يا رسول الله يا حبيب الله يا رسول الله يا حبيب الله ذخري ومسعودها عيني يزيد الله غير يمكن عن كله رضوان الله رضوان ربي أهل بدر منكم يرجون ذات النكرم قولوا لنا يا هودنا ربيعنا والعامر عامر غير معمر رافعه بالمنذر عبد الله غلام ربي ഇതിങ്ങനെ ചെല്ലി മുദ്രമേ സ്വീകരിച്ചേ. അപ്പൊ മുദ്രയുടെ ഒട്ടകം ഏതാ ഒട്ടകത്തിന്റെ പേര്? കസ്വ ഒട്ടകം. ഒക്കെ മെമ്മറിയിലുണ്ടല്ലോ ഇതിലൊക്കെ. കസ്വ ഒട്ടകം മുട്ടുവത്തിയ സ്ഥലം അതാണ് ഖുബാ പള്ളി, ആദ്യത്തെ പള്ളി. പിന്നെ മസല കിബിലത്തെ രണ്ട് പള്ളി, കിബിലല്ല 2 കിബിലുണ്ടാ പള്ളി. അത് നമ്മൾ ഒക്കെ നാളെ പോകണം, ഉറങ്ങണ്ട. 7 മണിക്ക് വണ്ടി ഷെഡ്യൂൾ ഇല്ലാത്തതുകൊണ്ടാണ് നാളെ തന്നെ ആക്കണത്. നാളെ വൈകുന്നേരം നടന്നുള്ള ചെയ്യാറുണ്ട്. ഏത് നടന്നുള്ള ചെയ്യാറാ? ഞങ്ങൾ മക്കത്ത് പോയില്ലേ, നടന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ അതേപോലെ മറ്റേ മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗം നടന്നു. അപ്പൊ ബുധനാഴ്ച വ്യാഴാഴ്ച രാവിലെ മസ്ജിദുൽ അല്ല പിന്നെ ഏതാ പറഞ്ഞത് ജന്നത്തുൽ ബഖീ. എല്ലാ മുത്തര വിശ്വാസം അതിന്റെ ഭാര്യമാരും ഉസ്മാൻ തങ്ങളൊക്കെ ഫാത്തിമ ബീവി ഒക്കെ കിടക്കണം അവിടെയാണ്. പോയി സിയാറത്ത് ചെയ്യണ്ടേ. അതിനുശേഷം വ്യാഴാഴ്ച ഒരു ഷെഡ്യൂളുകളൊന്നുമില്ല. പിന്നെ ഞാൻ കൂടെ പറയാണ്, ആശുവിലേക്ക് നോ പ്രോബ്ലം. നിങ്ങളെ താല്പര്യം പോലെ നിന്നാം. പിന്നെ ഇന്നോവ വിളിച്ചിട്ട് പോക്കുണ്ട്. എല്ലാ ടീമൊന്നും പോക്കില്ല. എന്നിട്ട് താല്പര്യമുള്ളവരെങ്കിൽ പോകാം. ഒരാൾക്ക് 25 റുപ്യ, ഒരാൾ 175 റുപ്യയുടെ ഇന്നോവ. ഫിക്സ് റേറ്റ് ആണ്. ബസ് അലവണല്ല. അഥവാ ഉഹുദ് മലയുടെ ഗുഹ കാണും. 25 സ്ഥലത്ത് പോകും. 2 മണിക്കൂർ കൊണ്ട്. ഞാനിവിടെ പറയാണ്, താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. 175 രൂപയുടെ ഇന്നോടെ ചാർജ്. അപ്പൊ 7 ആൾക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് കാണല്ലേ വരിക. 25 റുപ്യ ഒരാൾക്ക് വരിക. നിർബന്ധമല്ല, കൂട്ടായിട്ട് പോകാൻ കഴിയില്ല. നമ്മള് ഇറാബിലേക്ക് കയറിയില്ലേ, അങ്ങനെ അവിടെ ചെക്കുണ്ട്, ഒരു മൂല്യനുണ്ട്. അപ്പൊ മൂപ്പരോട് പറഞ്ഞാൽ മൂപ്പരും എണ്ണ അനുസരിച്ച് പോകും. 7 ആൾ വെച്ചെങ്കിൽ ആ 7 ആൾക്ക് പോകാൻ വേണ്ടി കേൾക്കണ്ടോ? 7 ആൾക്ക് പോകാം. അപ്പൊ അല്ല 14 ആളിലേക്ക് 2 വണ്ടിയോ വിളിക്കും. വ്യാഴാഴ്ച നിഷ്ഠല്ലാത്ത സമയത്ത് ചരിത്ര സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകാം. നമ്മളിപ്പോ പോകാത്ത കുറെ സ്ഥലങ്ങൾ, ഉള്ളേരിയകള്, മദീന ആയതുകൊണ്ട് കുറെ നിങ്ങൾ പറഞ്ഞില്ലേ കുറെ ചരിത്ര സ്ഥലങ്ങൾ പോണെന്ന്. അതിതാണ്
അത് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാണ് ഏതൊക്കെ പോണ സ്ഥലങ്ങളില്ല. മനസ്സിലായില്ലേ? അപ്പോ നമ്മളിപ്പോ മക്കത്ത് പോയപ്പോൾ അങ്ങനെ പോകണമെന്നില്ല. 40 രൂപയ്ക്ക് മൊത്തം ലിസ്റ്റ് എടുക്കും. നമ്മള് എല്ലാവരും ഉണ്ടായിപ്പോകുന്നില്ലല്ലോ. കാരണം പർച്ചേസിനും പലരൊക്കെ പോകും. നമ്മളെന്തായാലും അതിന് അവസരം ചെയ്ത് നമുക്ക് തരും. ഓക്കെ, അത് വ്യാഴാഴ്ച ഉണ്ടാവുക. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോകാൻ മതി. ഞാൻ മുമ്പ് അങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും പോരുന്നേ പറഞ്ഞത്. കാരണം അവിടെ ഉമ്ര നമുക്ക് ചെയ്യണം നിർബന്ധം അല്ലേ? വായ്പ ഉമ്രട്ടിയില്ലേ, ഉദയബിനും ഉമ്രട്ടി. ഇപ്പൊ നമ്മൾ എത്ര ഉമ്ര ചെയ്തോ കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ അതേപോലെ ഉമ്ര നമ്മൾ ചെയ്തില്ലേ ഗൾഫിൽ നിന്ന് വന്നിട്ട്. ഇതൊരു ഉമ്ര കൂടി നമുക്ക് കിട്ടുന്നതാണ്. ഉമ്ര ചെയ്ത കൂലി കിട്ടും. അപ്പൊ 5 ഉണ്ടല്ലേ എന്താ ചോദിക്കാണ്ടേ ചോദിക്കാം. മൂലം കയറി അത് നല്ല മൂലപ്പള്ളി മാത്രം നല്ല മൂലപ്പള്ളി. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പിൽ കയറുന്നവരാണ് കയറുക. വീടുകളുണ്ട്. No, for me, sorry. Take one with him. Take one with him as well. Yes. Where are you guys going next? From here, we are going to land. Are you going to the 7 mosques? Yeah. I'm going to the 7 mosques. For sure, but the only thing is that the car is വരച്ചിട്ടിരിക്കുന്നില്ല. ഇവിടെ തന്നെ നല്ല മണം കൊടുക്കണം. ഇവിടെ നല്ല മണം കൊടുക്കണം. നല്ല മണം കൊടുക്കണം. മണം അടിക്കുന്നുണ്ട്. അവിടെ എടുത്ത അതേ മണം. ശരി, അങ്ങല്ല, താഴെ 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 മൊത്തത്തോടെ വന്ന മണം. നല്ല മണം, നല്ല മണം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടോ, താഴോട്ടോ, താഴോട്ടോ. ആ, നല്ല മണം. ഉണ്ടാണ് ഭയങ്കര അവിടെയാ നല്ലതാണ്. എല്ലാം നല്ല തണുപ്പ്. ഇങ്ങനെ വരുമാനൊരു മണമുണ്ട്. അങ്ങനെയല്ല, മൂപ്പരിനോട് പറഞ്ഞ ഒന്നിച്ചൊന്ന് പുസ്തകം പറയണെന്ന്. അവ എവിടെ കമ്പർ എവിടെ കമ്പർ ഇതെല്ലാം പുലിയെക്കാത്ത് ഒന്നിച്ച് പറയുന്നുണ്ട്. എവിടെ ശ്രദ്ധിക്കും. വെള്ളം കോരി ഉപയോഗിച്ച കിണറാണെങ്കിൽ ഈ പള്ളിൻ്റെ പേര് മസ്ജിദുൻ നൂർ എന്നാണ്. പ്രകാശിച്ച പള്ളി എന്നാണ്. പ്രകാശിച്ച പള്ളി എന്ന് പേര് വരാൻ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മളിപ്പോൾ മുന്നിൽ കാണുന്ന വലിയ മല കണ്ട ആ മലൻ്റെ പേര് ജബൽ എഴുന്ന കെഴുക എന്ന് വിശേഷിക്കപ്പെട്ട മലയാണ്. റസൂലുള്ളാഹി വരുന്നതിന് മുന്നേ വന്ന മുഹാജിരികൾ കടന്നു വന്നത് ആ മലൻ്റെ താഴ്വര കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സഹാബത്തും കടന്നു വന്നതും ആ മലൻ്റെ താഴ്വര കൂടിയാണ്. പിന്നീട് വന്ന മുശ്രിക്കീങ്ങളും കടന്നു വന്നത് ആ മലൻ്റെ താഴ്വരയാണ്. മക്കാ മുശ്രിക്കീങ്ങൾ കടന്നു വരുമ്പോൾ മക്കാ മുശ്രിക്കീങ്ങളെ ആ മല സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മലയെ കഴുത എന്ന് വിശേഷിക്കപ്പെടാൻ കാരണം. ചില ആളുകൾ നരകത്തിലെ മല എന്ന് പറയുന്നുണ്ട്. ആ മല കടന്നാൽ ഇപ്പം തന്നെ ആ മലൻ്റെ ഭാഗം ഇരുട്ടാണ്. ഈ ഭാഗത്തൊരു ഇരുട്ട് പ്രദേശമായിരുന്നു. സുവാസങ്ങൾ വരുന്നതോടുകൂടിയിട്ട് ഈ ഭാഗം പ്രകാശിച്ചു. അതുകൊണ്ടാണ് മസ്ജിദുൻ നൂർ ഒരഭിപ്രായത്തിൽ. രണ്ടാമത്തത് സുവാസങ്ങൾ സഹാബത്തിന് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് വെച്ചിട്ട്.
ഹാസിന് നിന്ന് മസ്ജിദ് തൗബ എന്നും പേരുണ്ട്. തൗബ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് തൗബ ചെയ്ത് റസൂലുള്ളാഹിന്റെ നസീഹത്തൊക്കെ കേട്ട് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ 2 ചെറുപ്പക്കാരെ സ്വഹാബത്തിന് ഇരുട്ടുകാരൻ തിരിച്ചു പോകാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വടിയെടുത്ത് പൊട്ടിച്ചിട്ട് 2 ആളെ കയ്യിലും കൊടുത്തു. അവ 2 വടിയും പ്രകാശിച്ചു. അതുകൊണ്ടാണ് മസ്ജിദ് നൂർ റസൂലുള്ളാഹിന്റെ മസ്ജിദത്തുണ്ടായ സ്ഥലമാണ്. അതുകൊണ്ടാണ് മസ്ജിദ് നൂർ എന്ന് പേര് വരാൻ കാരണം. ആ പള്ളിയാണ് ഈ പള്ളിയിൽ വെച്ച് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇമാമായി നിസ്കരിച്ച പള്ളി കൂടിയാണിത്. ഈ കാണുന്ന പള്ളി ആണ് മസ്ജിദ് നൂറും വേറെ ഹജ്ജിയും ഈ കിണറാണ്. ഇതിപ്പോൾ നമ്മൾ റസൂലുള്ളാഹിന്റെ കുറേ ആസാറുകൾ ഉണ്ടാവില്ലേ, അതിൽ റസൂലുള്ളാഹി നമ്മൾ ഉപയോഗിച്ചു വെള്ളം കോരി ഉപയോഗിച്ചു എന്ന് പറയുന്നത് കിണറാണ്. ഇത് ഈ കിണർ വെള്ളമുണ്ട് ക്ലോസ് ചെയ്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃ മഹബ്ബത്ത് എന്ത് ചെയ്യുന്നു വർദ്ധിക്കുന്നു. ഇപ്പൊ ഇന്നലത്തെ പോലെ അന്ന് ചേഞ്ച് ആയില്ലേ? തിരിച്ചല്ലേ? അതന്നെ നമ്മൾ ഈ വരവ് ഇപ്പോ പ്രകാശം അല്ലെ, ആ പ്രകാശം പോലത്തെ ഒരു പ്രകാശം അല്ലെ നമ്മളെ കൽവിലേക്കും ഒന്നാമത് തരട്ടെ. നൂറ് അല്ലെ, അവിടെ ഒരു ഇരുട്ടായിരുന്നു, ആ ഇരുട്ടിൽ നമ്മൾ വെളിച്ചം തന്നില്ലേ. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ഇത് തൗബ സ്വീകരിച്ച സ്ഥലമാണ്. ആരുടെ മുമ്പിലെ തൗബ ചെയ്യുന്നത്? ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വെച്ചുകൊണ്ട് മുത്തനബി അരികിൽ തൗബ സ്വീകരിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഒന്നെന്ത് ചെയ്യുക, നമ്മളെ മനസ്സൊന്ന് പറയാം അങ്ങനെ. കാരണം മുത്തനബിയുടെ അടുക്കൽ വന്ന് തൗബ സ്വീകരിച്ചു പോയതല്ലേ, നമ്മളെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തിറട്ടെ അല്ലേ. ഇൻഷാ അല്ലാഹ് വരും. പഴയ കാലത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വെള്ളം ഇറക്കിയത്. കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യാം, കാണാം. ഇവർ പറയല്ലേ, ചേത്തങ്ങളൊക്കെ പറഞ്ഞതല്ലേ അല്ലേ, ഉസ്താമാരല്ലേ, അതൊരു തോപ്പിക്കലല്ലേ. നമ്മളെ ഉസ്താമാരൊക്കെ എപ്പോഴും വരുമ്പോൾ അത് പറയാനുള്ളത് ഏത്, സൽമാൻ ഫാസിൽ നമ്മുടെ തോട്ടത്തിൽ പോകണം എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല അന്ന് നട്ട ആ മരം അല്ലേ, ഒരു തോട്ടം ഒക്കെ ഇന്നും ഇങ്ങനെ നിലനിൽക്കല്ലേ. അപ്പൊ വലിയ റാഹത്താണ് അല്ലേ, കബൂലാക്കട്ടെ. എല്ലായിടത്തും എത്തി അല്ലേ നമ്മള്. ഇല്ലല്ല, നമ്മളെ ചരിത്രങ്ങൾക്ക് ബസ് എന്ന് പറഞ്ഞത് ഓർമ്മ ഓർമ്മല്ലേ? ആ ഓർമ്മല്ലേ സ്വീകരിച്ചതും നമ്മളെ ചരിത്രത്തിന്റെ ഭാഗമായി ഇതൊക്കെ അല്ലേ. നമ്മളെ എല്ലാ ഉസ്താദന്മാരും ഇവിടെ വരും, നേതാക്കന്മാരൊക്കെ
ഇതൊരു വൈകുന്നേരങ്ങളാണ്, ഒരു സന്തോഷമാണ്. ഫോട്ടോ എടുക്കും, ഫോട്ടോ എടുത്താൽ ഫുള്ളുണ്ട് കേട്ടോ. അവിടെ ഉണ്ട് ബോലി. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അവിടെ ഉണ്ട്. ഹലോ, അവിടെ ഉണ്ട് ബാക്കി. നമ്മള് ടിക്കറ്റ് പേനോ ഇഷ്ടപ്പെട്ടാലോ? അല്ല, എനിക്ക് കാഞ്ഞങ്ങാട് പറയുമ്പോ അവൻ നോക്കേണ്ടി വരുമല്ലോ. ആഴത്തിൽ പോട്ടെ, അത് തോണ്ടാണല്ലോ ചെയ്യും. അല്ല ആഴ്ച പോടാ, ആഞ്ഞു കൊത്തടാ. എല്ലാരും കുറച്ച് മൂപ്പര പണി എല്ലാവർക്കും കൊടുക്കോ? പുണ്യം കിട്ടട്ടെ എല്ലാവർക്കും. ആൾക്കാരും കൂടെ എല്ലാവരും ഇതിനടുത്തൊരു ചടങ്ങാണ്. വരുന്നവരൊക്കെ എല്ലാം ചോദിച്ചു. കൂലി പോയിച്ചിട്ട് കളിച്ചേ മടുക്കി കളിക്കുന്നുണ്ടല്ലോടാ. മൂപ്പർക്ക് ഒരു കയ്യില്ലാണ്ട് ഇത്ര മനോഹരമായിട്ട് കളിച്ചു. നമ്മൾക്ക് രണ്ട് കൈ ഉണ്ടാക്കിട്ട് അറിയാനായില്ലേ സൽമാൻ? എന്റെ പേര് സൽമാൻ ഖാൻ. ഫോട്ടത്തിൽ പണിയെടുത്താറില്ല നമുക്ക്. സൽമാൻ ഫാരിസിന്റെ ഫോട്ടത്തിൽ നമ്മൾ വർക്ക് ചെയ്തു. അപൂർവ സംഭവമാണ്. ഇത് അപ്പുറത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അടുത്ത പാക്കേജിൽ ഇത് ഉൾപ്പെടുത്തിട്ടോ. സൽമാൻ ഫാരിസ് തുടങ്ങി കളിക്കാൻ അതൊരു ബാക്കിയുള്ള ഇരുന്നെങ്കിലല്ലോ ഓരോ പണി നീക്കും. അങ്ങനെ കസറുണ്ട് ബാക്കിയുള്ളതൊക്കെ ചെറുതാക്കി കൊത്തുന്ന കറക്റ്റാന്ന് ചെറുതാക്കി കട്ട ചെറുതാക്കി ഗ്രൂപ്പിലെടുക്കുന്നുണ്ട്. കഴിഞ്ഞോ? ലാസ്റ്റ് ആണോ ഞാൻ? നമുക്ക് ഫിനിഷ് ചെയ്യണം കേട്ടോ. നമുക്ക് തോട്ടമുണ്ടല്ലോ. മതി. പോകുന്നല്ലേ